1500 വോട്ടുകളുടെ STP മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ആ മത്സരാർത്ഥിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് UDF ഇപ്പോൾ STP സ്ഥാനാർത്ഥി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നത്. വാക്യുദ്ധമാണ് തെരഞ്ഞെടുപ്പ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായതോടെ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. PR ആരോപണവും BJP-യിലും ഉന്നയിച്ചാണ് CPIM-നും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിന്റെ മറുപടി. ഡീൽ CPIM-ഉം കോൺഗ്രസും തമ്മിലെന്നാണ് ദേശീയ തലത്തിലുള്ള സഹകരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP-യുടെ ഡിഫൻസ് പ്രതിരോധം. CPIM BJP ഡീൽ ആരോപണവും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷം പ്രചാരണായുധമാക്കിയത്. ഇതിന് മറുപടിയുമായാണ് ഇന്ന് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. വസ്തുതകൾ വെച്ച് സർക്കാരിനെ എതിർക്കാൻ കഴിയാത്ത പ്രതിപക്ഷം പ്രൊഫഷണൽ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ എതിർക്കാൻ കഴിയില്ല, എന്നാൽ ഗവൺമെന്റ് എതിർക്കുന്നില്ലേ, അതിന് നുണകളെയാണ് ആശ്രയിക്കുന്നത്. നല്ല തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പടച്ചുവിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. അതില് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തോടു കൂടിയുള്ള ഒരു അനുയായി ഉണ്ടായിരുന്നു. ആ അനുയായിയെ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോൾ ആ ഇരകളെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീട്ടിൽ പോയി അല്ല ചോദിക്കാൻ പോകുന്നത്, തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണം. ഇതാണ് ഇരട്ടത്താപ്പ്. ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ട താപ്പൻ എന്ന് വിളിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരെടുത്ത് വിമർശിക്കാറില്ലെന്ന് ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല ഡീൽ ആരോപണം ആവർത്തിച്ചു. UDF-ന് ജയിക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രം മതിയെന്നും രമേശ് ചെന്നിത്തല. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി അമിത്ഷായുടെ പേരെടുത്ത് വിമർശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേസമയം CPIM-ഉം കോൺഗ്രസും തമ്മിൽ ദേശീയതലത്തിലുള്ള സഹകരണം ചൂണ്ടിക്കാട്ടിയാണ് ഡീൽ ആരോപണത്തെ BJP പ്രതിരോധിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കേണ്ട ഈ B ടീം C ടീം A ടീമിന്റെ പ്രചരണം കോൺഗ്രസും CPM ഒരുമിച്ച് ചെയ്യുമ്പോൾ പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു? ഭയം. നേമത്ത് കോൺഗ്രസ് CPIM ഡീലാണെന്നും BJP ആരോപിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.